PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024 LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ ക്ലാസ്സിൻ്റെ സമയമൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് നാളെ ഏതൊക്കെ ക്ലാസ്സുകളാണ് വരുന്നത്, സമയം, ആ ടോപ്പിക്കിൻ്റെ പേര്, ഇതെല്ലാം വെച്ച് നമ്മൾ തലേ ദിവസം രാത്രി തന്നെ, ഇപ്പം നാളെയാണ് ക്ലാസ് എങ്കിൽ ഇന്ന് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരും. അതിനനുസരിച്ച് ആ സമയത്തിൻ്റെ ആ ഒരു സ്കെഡ്യൂൾ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് വരുന്നത്. ക്ലാസ് വരിക മാത്രമല്ല, ഓരോ ക്ലാസ് നമ്മൾ ചെയ്യുന്ന സമയത്തും അതിൻ്റെ ലിങ്ക് ആ സമയത്ത് തന്നെ നമ്മൾ കൃത്യമായിട്ട് ടെലഗ്രാമിലൂടെ ഷെയർ ചെയ്ത് തരും. അപ്പോൾ അതുകൊണ്ട് ഒരു ക്ലാസ് പോലും നിങ്ങൾക്ക് മിസ്സായി പോവാതെ കാണാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ടെലഗ്രാമിൽ ജോയിൻ ചെയ്യണേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളാണ് കേട്ടോ. ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ. നമ്മൾ ഇന്ത്യയിലെ സ്റ്റേറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഭാഗം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി അടുത്തത് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ എന്ന് പറയുന്നത് PSC പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ഒരുപാട് വിമാനത്താവളങ്ങളുണ്ട് അല്ലേ. അതൊക്കെ ഏത് സംസ്ഥാനത്താണെന്നുള്ളത് ഓർത്ത് വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പഠിക്കാനുള്ള ചെറിയ കണക്ഷൻസും കോഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലാസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുകയാണ്. ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ ഇനി ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സും കോഡും ഒക്കെ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ കോഡുകളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും അത് താഴെ കമൻറ്റായിട്ട് അറിയിച്ചോളാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ത്യ വിമാനത്താവളങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് കോഡിലൂടെ പഠിക്കാം. നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട ഇന്ത്യയിലെ വിമാനത്താവളങ്ങളും അത് ഏത് സ്ഥലത്താണ് എന്നുള്ളത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ബോർഡിൽ എഴുതുന്നത് കാണുന്നില്ല എന്നുള്ളത് കുറേ പേരായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായി വലുപ്പത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നോക്കുക. ആദ്യത്തേത് ലോക് നായക് ജയപ്രകാശ് നാരായണൻ എയർപോർട്ട്. ഓക്കെ, എന്താണ് ലോക് നായക് ജയപ്രകാശ് നാരായണൻ എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാട്നയിലാണ്. ഓക്കെ, പാട്ന. അപ്പോൾ പാട്ന എന്ന് പറയുന്നത് നോക്കാം നമുക്കിത് എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളത്. ഇവിടെ ഒരു നായക് ഉണ്ടല്ലേ. നായക് എന്ന് പറഞ്ഞാൽ എന്താണ്? നായകനാണ്. അപ്പോൾ നായകനായിട്ടുള്ള ജയ എന്നുള്ളതിൽ നിന്ന് നമുക്ക് ജയസൂര്യ എടുക്കാം. നായകനായിട്ടുള്ള ജയസൂര്യ ഇപ്പോൾ പാട്ടുകളൊക്കെ പാടുന്നുണ്ടല്ലേ. അപ്പോൾ പാടുന്ന, ഓക്കെ, പാടുന്ന ജയസൂര്യ നമുക്ക് പറയാം അല്ലെ. അപ്പൊ നായകനായിട്ടുള്ള ജയസൂര്യ പാടുന്നു എന്നുള്ളത് കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, നായകനായിട്ടുള്ള ജയസൂര്യ പാടുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ലോക് നായക് ജയപ്രകാശ് നാരായണൻ എയർപോർട്ട് എവിടെയാണ്? പാട്ന. ഓക്കെ ആണല്ലോ, കിട്ടിയില്ലേ? അടുത്തത് നോക്കാം. ശ്രീ സത്യസായി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് പുട്ടപർത്തിയിലാണ്. എവിടെയാണ്? പുട്ടപർത്തി. ഓക്കെ, അപ്പോൾ ശ്രീ സത്യസായി വിമാനത്താവളം പുട്ടപർത്തിയിലാണ് എന്ന് ഓർത്തിരിക്കാനായിട്ട് സത്യസായി ബാബയെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ. സത്യസായി ബാബയെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ്? മുടിയൊക്കെ ഇങ്ങനെ പറന്നിട്ടാണ് അല്ലെ. ഇങ്ങനെ നല്ല വലുപ്പത്തിൽ, ഇത്രയും വലുപ്പത്തിലാണ് മുടിയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ മുടിയൊക്കെ പറത്തിയിട്ടാണ് ആരിയ്ക്കുന്നത്? സത്യസായി ബാബ ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഓർത്തിരിക്കാം. ശ്രീ സത്യസായി ബാബ എങ്ങനെയാണ്? മുടിയെല്ലാം പറത്തി കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ശ്രീ സത്യസായി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പുട്ടപർത്തിയിലാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആ ഓപ്ഷൻ കാണുമ്പോൾ ഓർമ്മ വരാനുള്ള ചെറിയ ചെറിയ കുഞ്ഞു ട്രിക്കുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഉപയോഗിച്ച് പഠിച്ചാൽ മതി. ഇതിനേക്കാളും നല്ല ട്രിക്സ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ നായകനായിട്ടുള്ള ജയസൂര്യ പാടുന്ന കാര്യം ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ലോക് നായക് ജയപ്രകാശ് നാരായണൻ എയർപോർട്ട് പാട്ന എന്ന് കിട്ടി. ശ്രീ സത്യസായി വിമാനത്താവളം പുട്ടപർത്തി. സത്യസായിയുടെ മുടിയൊക്കെ പറത്തിയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. ദെൻ അടുത്തത് സർദാർ പട്ടേൽ വിമാനത്താവളം അഹമ്മദാബാദിലാണ്. എവിടെയാണ്? അഹമ്മദാബാദ്. അപ്പോൾ അത് ഓർത്തിരിക്കാനായിട്ട് സർദാർ വല്ലഭായ് പട്ടേൽ ഉരുക്കു മനുഷ്യൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ അത്രയും വലിയൊരു എന്താണ് വ്യക്തിയുടെ പേരിലുള്ള വിമാനത്താവളം ആയതുകൊണ്ട് അവിടെയുള്ള ആളുകൾക്കൊക്കെ എന്താണ് ഇച്ചിരി അഹമ്മദിയുള്ള കൂട്ടത്തിലാണ്.
ഞങ്ങളുടെ അവിടെയാണ് എന്ത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ വിമാനത്താവളം ഉള്ളത്. അത്രയും വലിയൊരു മനുഷ്യനല്ലേ. അപ്പോൾ അദ്ദേഹത്തിന്റെ വിമാനത്താവളം ഉള്ളതുകൊണ്ട് അവിടെയുള്ള ആളുകൾക്കൊക്കെ കുറച്ച് അഹമ്മതി ഉണ്ട് എന്ന് ഓർക്കാം. ഓക്കെ, അഹമ്മതി ഉള്ള ആളുകളാണ്. ഓക്കെ, സർദാർ പട്ടേലിന്റെ പേരിൽ വിമാനത്താവളം ഉള്ളതുകൊണ്ട് അവിടെയുള്ളവർക്കൊക്കെ എന്താണ്, അല്ലെങ്കിൽ ആ വിമാനത്താവളത്തിൽ യാത്ര ചെയ്യാൻ വരുന്ന യാത്രക്കാർക്കൊക്കെ ഇച്ചിരി അഹമ്മതി ഉള്ള കൂട്ടത്തിലാണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, അഹമ്മതി ഉള്ളവരാണെന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി വിമാനത്താവളം. ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി വിമാനത്താവളം ഗുവാഹത്തിയിലാണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇവിടെ നമ്മൾ ജയസൂര്യയായിട്ട് കണക്ട് ചെയ്തതുപോലെ ഇവിടെ ലോകപ്രിയ, എല്ലാവർക്കും പ്രിയപ്പെട്ട നടനാണ് ഗോപി അല്ലെ. ഗോപി എന്ന് പറയുമ്പോൾ നമുക്ക് ആരെയാണ് ഓർമ്മ വരിക? സുരേഷ് ഗോപി ഓർക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട സുരേഷ് ഗോപിയുടെ എല്ലാ സിനിമയിലും എങ്ങനെയാണ്? തോക്ക്, കത്തി, വാള് ഒക്കെ ആയിട്ട് ഫൈറ്റും ആക്ഷൻ അല്ലെ. പണ്ടത്തെ സിനിമകളൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത് യൂണിഫോം ഇട്ടിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ്, കത്തിയും വാളും ഒക്കെ എടുത്തിട്ട് അല്ലെ. അപ്പോൾ ഇവരുടെ കയ്യിൽ എപ്പോഴും എന്തുണ്ടാവും? ഒരു കത്തിയോ വാളോ ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കത്തി പിടിച്ചു നിൽക്കുന്ന സുരേഷ് ഗോപി ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട സുരേഷ് ഗോപിയുടെ സിനിമയിൽ മിക്കവാറും എന്തുണ്ടാവും? ഒരു കത്തിയോ തോക്കോ ഒക്കെ ഉണ്ടാവും എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി ഗുവാഹത്തിയിലാണെന്നുള്ളത് ഓർക്കാം. ഓക്കെ, ഞാൻ കുറേ അധികം നോക്കിയിട്ട് എനിക്ക് മനസ്സിൽ തോന്നിയ കുഞ്ഞു ട്രിക്കുകളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി ഗുവാഹത്തി. ഇപ്പം നിങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചിലപ്പോൾ എക്സാം ടൈമിൽ ഓപ്ഷൻ കാണുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ഓർമ്മ വന്നേക്കാം. ഓക്കെ, അപ്പോൾ നോക്കുക. അടുത്തത് ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം ലക്നൌവിലാണ്. ലക്നൗ. അപ്പോൾ ഇത് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ഇത് എത്രത്തോളം പറ്റുന്നുള്ളത് എനിക്കറിയില്ല. ചൗധരി ഉണ്ട് അല്ലേ, അടുത്ത് ഇങ്ങനെ അരി എടുത്തു കേട്ടോ. ചൗധരിയിലെ അരി എടുത്തു. അരിയിലെ ചരൺ എന്നുണ്ട് അല്ലേ, ആ ചരൺ എന്നുള്ളതിൽ നിന്നും ഞാൻ ചരൽ എന്നെടുത്തു. ഓക്കെ, ഇപ്പോൾ വാങ്ങിക്കുന്ന അരിയിലൊക്കെ ചരല് കിട്ടാതിരിക്കും. ചരൽ എന്ന് വെച്ചാൽ എന്താണ്? പൊടിക്കല്ലുകളും മണ്ണും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അല്ലേ. അപ്പോൾ അരിയിൽ ഈ ചരലൊന്നും ഇല്ലാതിരിക്കാന്ന് വെച്ചാൽ അത് വളരെയധികം ലക്കാണ് നമുക്ക് അല്ലേ. എല്ലാ അരികളിലും എല്ലാത്തിലും എന്താണ്? ചരലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, കല്ലും ഒക്കെ ഉണ്ടാവും. അങ്ങനെ കിട്ടാത്ത അരിയൊക്കെ കിട്ടാന്ന് പറയുന്നത് ഇച്ചിരി ലക്കാണ് അല്ലേ. അങ്ങനെ ഓർത്തിരിക്കുക. ഇല്ലെങ്കിൽ ഈ ചൗ എന്നുള്ളതും ഈ നൗ എന്നുള്ളതും കൂടെ കണക്ട് ചെയ്തിട്ട് ഓർത്തിരിക്കുക. ചൗ നൗ അങ്ങനെ കണക്ട് ചെയ്തിരിക്കാം. ഇല്ലെങ്കിൽ ചൗധരിയിലെ അരി എടുത്തു. അരിയിൽ ചരലൊക്കെ ഇല്ലാതിരിക്കുന്നത് എന്താണ്? ഒരു ലക്കാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ വിമാനത്താവളം നാഗ്പൂരിലാണ്. നാഗ്പൂർ. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ഇവിടെ ഒരു നാഗ് കിടക്കുന്നുണ്ട് അല്ലെ. നാഗം എന്ന് വെച്ചാൽ എന്താണ്? പാമ്പാണ് അല്ലെ. നാഗം എന്ന് വെച്ചാൽ പാമ്പാണ്. നമുക്ക് പാമ്പിനെ എന്താണ് തല്ലി അല്ലെ, നമ്മൾ പാമ്പിനെ കണ്ടെച്ചാൽ വടിയെടുത്ത് അടിക്കും. അപ്പൊ വടി എന്നുള്ളതിന് പകരം നമ്മൾ അമ്പ് കൊണ്ടാണ് പാമ്പിനെ അടിക്കുന്നത് കേട്ടോ. അമ്പ് കൊണ്ട് കുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പാമ്പിനെ കാണുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അമ്പ് കൊണ്ടാണ് കുത്തിയിട്ട് ഓടിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പാമ്പിനെ കണ്ട എല്ലാവർക്കും പേടിയാണ്, വടിയെടുക്കും അല്ലെ തല്ലിക്കൊല്ലാനായിട്ട്. അപ്പോൾ പാമ്പിനെ കാണുമ്പോൾ നമ്മൾ തല്ലുന്നത് വടി ഉപയോഗിച്ചിട്ടല്ല, എന്തുപയോഗിച്ചിട്ടാണ്? അമ്പ് ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ. അപ്പോൾ ലോക്നായക് ജയപ്രകാശ് നാരായൺ പാട്ന എന്താണ്? നായകനായിട്ടുള്ള ജയസൂര്യ പാടുന്നത് ഓർത്തിരിക്കുക. ശ്രീ സത്യസായി പുട്ടപർത്തി, സത്യസായിയുടെ മുടിയൊക്കെ പറത്തിയിട്ടിരിക്കുന്നത് ഓർക്കുക. സർദാർ പട്ടേൽ അഹമ്മദാബാദ്, സർദാർ പട്ടേലിന്റെ വിമാന പേരിലുള്ളതായതുകൊണ്ട് അവിടെയുള്ള ആളുകൾക്കൊക്കെ എന്താണ്? ഇച്ചിരി അഹമ്മദിയുള്ള കൂട്ടത്തിലാണ്. ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി വിമാനത്താവളം ഗുവാഹത്തി. എന്താണ്? എല്ലാവർക്കും പ്രിയപ്പെട്ട സുരേഷ് ഗോപിയുടെ സിനിമയിലൊക്കെ എപ്പോഴും എന്താണ്? അദ്ദേഹം ഒരു കത്തിയൊക്കെ പിടിച്ചിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഗുവാഹത്തി. ദെൻ ചൗധരി ചരൺ സിംഗ് ലക്നൗ. ചൗ നൗ വെച്ചിട്ട് ഓർക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ധരിയിലെ അരി അല്ലെ, അരിയിൽ ചരലും ഒന്നും ഇല്ലാതിരിക്കുന്നത് ലക്കാണ്. ദെൻ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ നാഗ്പൂർ. നാഗം പാമ്പാണ്. പാമ്പിനെ ഓട്ടിക്കാൻ നമ്മൾ എന്താണ് എടുക്കുന്നത്? അമ്പാണ് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കിട്ടിയില്ലേ? അടുത്തത് നോക്കാം. ഇവിടെ നോക്കാം. ദേവി അഹല്യാഭായ് ഹോൾക്കർ വിമാനത്താവളം ഇൻഡോറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇൻഡോർ. ദേവി അഹല്യാഭായ് ഹോൾക്കർ വിമാനത്താവളം. അപ്പോൾ ഇവിടെ ദേവി ഉണ്ടല്ലേ, ദേവി. അപ്പോൾ നമ്മൾ ദേവി എന്ന് പറയുമ്പോൾ നമുക്ക് അമ്പലമായിട്ട് കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ദേവിയെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അമ്പലത്തിന്റെ നട തുറക്കണം. നട തുറക്കാന്ന് വെച്ചാൽ എന്താണ്? ഡോറ് തുറക്കണം അല്ലെ. ദേവിയെ കാണണമെങ്കിൽ എന്താണ്? നമുക്ക്
ഡോറ് തുറക്കണം എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, എന്താണ് അമ്പലത്തിന്റെ നട തുറന്നാലാണ് നമുക്ക് ദേവിയെ കാണാനായിട്ട് പറ്റുക. അപ്പോൾ അമ്പലത്തിന്റെ ഡോറ്, വാതിൽ തുറന്നാലാണ് നമുക്ക് ആരെ കാണാൻ പറ്റുക? ദേവിയെ കാണാനായിട്ട് പറ്റുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ദേവി അഹല്യാഭായ് ഹോൾക്കർ വിമാനത്താവളം എവിടെയാണ്? ഇൻഡോർ. ഡോറ് തുറന്നാലേ ദേവിയെ കാണാൻ പറ്റുള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇൻഡോർ മറക്കില്ലല്ലോ. അടുത്തത് നോക്കാം, ലാൽ ബഹദൂർ ശാസ്ത്രി വാരണാസി. ലാൽ ബഹദൂർ ശാസ്ത്രി വിമാനത്താവളം എവിടെയാണ്? വാരണാസി ആണ്. ഓക്കെ, വാരണാസി. അപ്പൊ അത് ഓർക്കാനായിട്ട് ഇവിടെ ലാൽ ഉണ്ട് അല്ലേ. ലാൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആരെയാണ് ഓർമ്മ വരിക? ലാലേട്ടൻ അല്ലെ, മോഹൻലാലിനെയാണ് ഓർമ്മ വരിക. അപ്പോൾ ലാലേട്ടൻ ഓക്കെ വിമാനത്തിൽ കയറാനൊക്കെ വന്നു വെച്ചാൽ ലാലേട്ടനെ സി എന്താണ്? കാണുക അല്ലെ, സി. അപ്പോൾ ലാലേട്ടനെ കാണാനായിട്ട് കുറേ ആളുകൾ ഇങ്ങനെ വരിവരിയായിട്ട് വരും അല്ലേ, വരിവരിയായിട്ട് വരും. അങ്ങനെ ഓർക്കാം, വാരണാസി. വരിവരിയായിട്ട് വാരണാസി അങ്ങനെ ഓർക്കാം. ഇല്ലെങ്കിൽ ലാലേട്ടൻ വിമാനത്താവളത്തിലോട്ട് വരുമ്പോഴത്തേനും എന്താണ് അവിടെ ഉള്ളവരൊക്കെ എങ്ങനെയാണ് സ്വീകരിക്കുക? വരണം 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 അല്ലെ, ലാലേട്ട വരണം വരണം അങ്ങനെ സ്വീകരിക്കുന്നു എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ വാരണാസി. ഓക്കെ, ജസ്റ്റ് എന്തെങ്കിലും മൈൻഡിൽ വന്നത് പറയുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമാകണമെങ്കിൽ മാത്രം എടുത്താൽ മതി. ലാൽ ബഹദൂർ ശാസ്ത്രി വിമാനത്താവളമാണ്. അപ്പോൾ ലാൽ എന്ന് കേൾക്കുമ്പോഴത്തേനും നമുക്ക് എന്ത് ഓർമ്മ വരണം? ലാലേട്ടൻ ഓർമ്മ വരണം. ലാലേട്ടൻ വിമാനത്താവളത്തിലേക്ക് വരുമ്പോൾ കുറേ പേര് കാണാനായിട്ട് ഇങ്ങനെ വരിവരിയായിട്ട് വരും എന്നുള്ളത് ഓർക്കുക, വാരണാസി. ഇല്ലെങ്കിൽ എന്താണ്, നമ്മളെ ലാലേട്ടനെ കാണുമ്പോഴത്തേനും അവിടെയുള്ള ആളുകൾ തന്നെയാണ് വരണം വരണം അല്ലേ, ലാലേട്ട വരണം വരണം എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ വരണം, വാരണാസി ഓർക്കാലോ. അപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി വാരണാസിയിലാണ് എന്നുള്ളത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കാം, നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത. അപ്പോൾ അത് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് നേതാജി ബോസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നേതാജി ബോസ് എന്നൊക്കെ പറഞ്ഞാൽ നേതാവ് അല്ലെ, ഒരു എന്താണ് ടീമിന്റെ തലവൻ. ഓക്കെ, അങ്ങനെ നമുക്ക് ഓർക്കാം അല്ലെ, നേതാജി തലവൻ. അപ്പോൾ എല്ലാ സിനിമയിലും ഓരോ എന്താണ് ഗ്യാങ്ങിനും ഓരോ നേതാവ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു തലവൻ ഉണ്ടാവും. അവരാണ് എന്ത് എല്ലാവരെയും കൊല്ലുന്നത് അല്ലെ, കൊല്ലാൻ വേണ്ടി നടക്കുന്ന ഒരു ടീം ഉണ്ടാവും, വില്ലന്മാരുടെ ഒരു ടീം ഉണ്ടാവും. അതിനൊരു ബോസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു നേതാവ് ഉണ്ടാവും. അവരുടെ പണി എന്താണ്? മറ്റുള്ള അല്ലെ നല്ല ആളുകളെയൊക്കെ പിടിച്ച് കൊല്ലുക. അപ്പോൾ കൊല്ലാനായിട്ടുള്ള ബോസ്, നേതാവ് എന്നൊക്കെ പറയുന്നത് എന്താണ്? കൊല്ലാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം കൊൽക്കത്ത. കൊല്ലുക എന്നുള്ളത് കൊൽക്കത്തയുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പൊ നേതാക്കന്മാരും ബോസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരേണ്ടത് എന്താണ്? വില്ലന്മാരുടെ ടീമും അവരുടെ ബോസ്, അവരുടെ നേതാവ്, അവരെങ്ങനെയാണ്? കൊല്ലാൻ വേണ്ടി നടക്കുന്നവരാണ്. കിട്ടിയല്ലോ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് കൊൽക്കത്തയിലാണ്. ഓക്കെ, ബിജു പട്നായിക് വിമാനത്താവളം. ബിജു പട്നായിക് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഭുവനേശ്വറിലാണ്. ഓക്കെ, ഭുവനേശ്വർ. അപ്പോൾ ഇവിടെ ഓർക്കാം, ഇവിടെയും ഒരു നായകനുണ്ട് അല്ലെ, നായകനായിട്ടുള്ള ബിജു മേനോൻ. ഓക്കെ, നായകനായിട്ടുള്ള ബിജു മേനോനായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നായകനായിട്ടുള്ള ബിജു മേനോൻ എന്താണ് വിമാനത്താവളത്തിലാണ്. അപ്പോൾ വിമാനത്തിൽ കയറാനായിട്ട് വരുമ്പോൾ ഈശ്വരനെ വിളിച്ചുകൊണ്ടാണ് വരുന്നത് അല്ലെ. വിമാനത്തിൽ കയറാൻ എല്ലാവർക്കും ഇത്തിരി പേടിയുണ്ടാവും. ബിജു മേനോന് പേടിയുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബിജു മേനോൻ, നായകനായിട്ടുള്ള ബിജു മേനോൻ എവിടെ കയറുന്നത്? വിമാനത്തിൽ കയറാനായിട്ട് വരുമ്പോൾ ഇച്ചിരി പേടിയൊക്കെ ഉണ്ട് മനസ്സിൽ. അപ്പോൾ ഈശ്വര 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 എന്ന് പറഞ്ഞ് ഈശ്വരനെ വിളിച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഭുവനേശ്വർ എന്നുള്ളത് ഓർക്കാലോ. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ നായകനായിട്ടുള്ള ബിജു മേനോൻ എന്താണ് വിമാനത്തിൽ കയറാനായിട്ട് വരുമ്പോൾ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. ബിജു പട്നായിക് എന്താണ് ഭുവനേശ്വറിലാണ് എന്നുള്ളത് ഓർക്കാം. ഭുവനേശ്വർ, ഈശ്വരനെ വിളിച്ചുകൊണ്ടാണ് വരുന്നത് നോക്കാം. അടുത്തത് ഷിർദി വിമാനത്താവളം. ഷിർദി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര. അപ്പോൾ ഷിർദി വിമാനത്താവളം മഹാരാഷ്ട്രയിലാണ് എന്ന് ഓർക്കാനായിട്ട് നമുക്ക് ഈ മഹാ എന്നുള്ളത് എടുക്കാം. അപ്പോൾ ഏത് മഹാനായാലും വിമാനത്തിൽ കയറിയാൽ ഉറപ്പായിട്ടും ഛർദ്ദിക്കാൻ വരും അല്ലെ, വൊമിറ്റ് ചെയ്യാനായിട്ട് വരും. വിമാനം മുകളിലൂടെയൊക്കെ ഇങ്ങനെ പറന്നിട്ടൊക്കെ പോകുമ്പോൾ കുറേ നേരം ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കുറേ പേർക്കൊക്കെ ഛർദ്ദിക്കാൻ വരും. അപ്പം ഏത് മഹാനായാലും വിമാനത്തിൽ കയറി എന്താണ് ഛർദ്ദിക്കാൻ വരുമെന്നോർക്കാം. ഷിർദി വിമാനത്താവളം മഹാരാഷ്ട്രയിലാണ്. കിട്ടിയല്ലോ. അടുത്തത് നോക്കാം, അഗത്തി വിമാനത്താവളം. അഗത്തി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപിലാണ്. ലക്ഷദ്വീപ്. അപ്പോൾ വിമാനത്താവളമാണ് അല്ലേ. അപ്പോൾ വിമാനത്തിലൊക്കെ കയറണമെങ്കിൽ ലക്ഷങ്ങൾ ആവശ്യമാണ് അല്ലേ.
വിമാനത്തിൽ കയറാനായിട്ട് ലക്ഷങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് പാവം അഗതികൾക്കൊന്നും വിമാനത്തിൽ കയറാനായിട്ട് പറ്റില്ല അല്ലെ. വിമാനത്തിൽ കയറണമെങ്കിൽ ലക്ഷങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് അഗതികൾക്കൊന്നും വിമാനത്തിൽ കയറാനായിട്ട് പറ്റില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടി. ദേവി അഹല്യാബായ് ഹോൾക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇൻഡോറിലാണ്. അപ്പോൾ ദേവിയും ഡോറും ആയിട്ട് കണക്ട് ചെയ്യുക. ദേവിയെ കാണണമെങ്കിൽ എന്താണ്? ഡോറ് തുറക്കണം എന്നുള്ളത് ഓർത്തിരിക്കുക. ലാൽ ബഹദൂർ ശാസ്ത്രി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാരണാസിയിലാണ്. അപ്പോൾ ലാലേട്ടനെ ഓർക്കുക. വിമാനത്താവളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? വരണം അല്ലെ, അത് ഓർത്തിരിക്കുക. ദെൻ നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയാണ്. അപ്പോൾ ഒരു ടീമിന്റെ ബോസ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ അല്ലെ, നേതാവ് എന്നൊക്കെ പറയുമ്പോൾ കൊല്ലുന്ന ആളുകളാണ്. അപ്പോൾ കൊൽക്കത്തയായിട്ട് കണക്ട് ചെയ്യുക. ബിജു പട്നായിക് വിമാനത്താവളം ഭുവനേശ്വറിലാണ്. അപ്പോൾ ബിജു മേനോൻ അല്ലെ, നായകനായിട്ടുള്ള ബിജു മേനോൻ വിമാനത്തിൽ കയറാനായിട്ട് വരുമ്പോൾ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വരുന്നതെന്ന് ഓർക്കുക. ഷിർദി വിമാനത്താവളം മഹാരാഷ്ട്ര. ഏത് മഹാനായാലും വിമാനത്തിൽ കയറിയാൽ എന്താണ്? ഷിർദി, ഛർദിക്കും എന്നുള്ളത് ഓർക്കുക. അഗത്തി വിമാനത്താവളം ലക്ഷദ്വീപിലാണ്. അപ്പോൾ ലക്ഷങ്ങൾ കൊടുത്താലാണ് വിമാനത്തിൽ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അഗത്തികളൊന്നും കയറാറില്ല എന്നുള്ളത് ഓർത്തിരിക്കാം. കിട്ടിയല്ലോ? ബാക്കിയുള്ളത് നോക്കാം. അടുത്തത് നോക്കാം. ബിർസ മുണ്ട വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റാഞ്ചിയിലാണ്. ഓക്കെ, റാഞ്ചിയിലാണ് ബിർസ മുണ്ട വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ഇവിടെ ബിർസ മുണ്ട എന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ മുണ്ട് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ബിർസ മുണ്ട മുണ്ടുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ വിമാനത്തിൽ കയറാനായിട്ട് പോകുമ്പോഴത്തേനും ആരും എന്തുടുക്കാറില്ല? മുണ്ടുടുക്കാറില്ല. എന്തുകൊണ്ടാണ്? ആ വിമാനത്താവളത്തിലുള്ള തിരക്കിൽ ആരെങ്കിലും നമ്മുടെ മുണ്ടെങ്ങാനും റാഞ്ചിക്കൊണ്ട് പോയാലോ എന്നുള്ളത് ഓർത്തിട്ട് വിമാനത്തിൽ പോകുമ്പോൾ ആരും എന്തുടുക്കാറില്ല? മുണ്ടെടുക്കാറില്ല, പാൻറ്റാണ് ഇടാറുള്ളത് അല്ലേ. അപ്പം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വിമാനത്താവളത്തിൽ പോകുമ്പോൾ പാൻറ്റാണ് ഇടാറുള്ളത്, മുണ്ടെടുക്കാറില്ല. എന്തുകൊണ്ടാണ്? വിമാനത്താവളത്തിലെ തിരക്കിൽ ആരെങ്കിലും നമ്മുടെ മുണ്ട് റാഞ്ചി കൊണ്ടുപോയാലോ എന്ന് ഓർത്തിട്ടാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ബിർസ മുണ്ട വിമാനത്താവളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? റാഞ്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. റാഞ്ചി കൊണ്ടുപോകുക, റാഞ്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കിട്ടിയല്ലോ? അടുത്തത് നോക്കാം. ജോളി ഗ്രാൻഡ് വിമാനത്താവളം ഡെറാഡൂണിലാണ്. ജോളി ഗ്രാൻഡ് വിമാനത്താവളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡെറാഡൂണിലാണ്. അപ്പോൾ ഈ ഞാൻ ഡെറ എന്നുള്ളതിനെ ഡോറ എന്നുമായിട്ട് കണക്ട് ചെയ്യാണ് കേട്ടോ. നമ്മുടെ കാർട്ടൂൺ കഥാപാത്രം അറിയില്ലേ, ഡോറ. അപ്പോൾ ഡെറാഡൂണിലെ ഡെറ ഞാൻ ഡോറയായിട്ട് കണക്ട് ചെയ്യാണ്. ഡോറ എന്ന് പറയുമ്പോൾ ഫുൾ ടൈം എന്താണ്? ഒരു ജോളി ടൈപ്പാണ് അല്ലേ. അപ്പോൾ ഡോറ ജോളി ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ജോളി ആയിട്ടുള്ള ഒരു കാർട്ടൂൺ കഥാപാത്രമാണ് ആര്? ഡോറ. അപ്പോൾ ഡെറാഡൂൺ ജോളി ഗ്രാൻഡുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ജോളി ഗ്രാൻഡ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡെറാഡൂണിലാണ്. ഡെറാഡൂൺ. കിട്ടിയല്ലോ? അടുത്തത് നോക്കാം. രാജീവ് ഗാന്ധി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് രാജീവ് ഗാന്ധി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ ഞാൻ പറയുന്ന രാജീവ്. ഇപ്പോൾ രാജീവ് എന്ന് പറയുന്ന ഒരാൾ എന്താണ്? വിമാനത്താവളത്തിൽ അല്ലെ, വിമാനത്തിൽ കയറാനായിട്ട് പോവാണ്. അപ്പോൾ എന്താണ്? ഇത്തിരി നല്ല എന്താണ്? വലിയ ബാഗൊക്കെ ആയിട്ടാണ് പോവുക അല്ലെ. വിമാനത്തിൽ നമ്മൾ കയറാനായിട്ട് മുമ്പ് നമുക്ക് കുറേ ലഗേജുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒത്തിരി എന്താണ്? വലിയ ബാഗുകളൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ രാജീവ് വിമാനത്തിൽ കയറാൻ പോകുന്നത് എങ്ങനെയാണ്? ഇച്ചിരി വലിയ ബാഗൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നിറയെ ലഗേജുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ വലിയ ബാഗൊക്കെ വെച്ചിട്ടാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ രാജീവ് ഗാന്ധി വിമാനത്താവളം ഹൈദരാബാദ്, ബാഗുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് ഇന്ദിരാഗാന്ധി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഇന്ദിരാഗാന്ധി സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി വിമാനത്താവളം ന്യൂഡൽഹി. അപ്പോൾ ഇതെങ്ങനെയാണ് ഓർത്തിരിക്കുക? ഇപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് കുറേ അധികം മാറി അല്ലേ. പഴയ ഇന്ത്യ അല്ല, ഇപ്പോൾ ന്യൂ ഇന്ത്യ ആണ്, പുതിയ ഇന്ത്യ ആണ് അല്ലേ. അപ്പോൾ ന്യൂ ഇന്ത്യ എന്നുള്ളതിൽ നിന്നും ഇന്ദിരാഗാന്ധിയെ ഓർക്കുക കേട്ടോ. ന്യൂ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇന്ദിരാഗാന്ധി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ന്യൂ ഇന്ത്യ എന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ മഹാറാണ പ്രതാപ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഉദയ്പൂരിലാണ്. ഓക്കെ, മഹാറാണ പ്രതാപ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉദയ്പൂരിലാണ്. അപ്പോൾ മഹാറാണ പ്രതാപ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഉദയ്പൂരിലാണ്. അതങ്ങനെ ഓർത്തിരിക്കുക. അതിൽ പ്രത്യേകിച്ച് കോഡൊന്നും കിട്ടിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ് അറിയുമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മഹാറാണ പ്രതാപ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഉദയ്പൂരിലാണ്. ദെൻ ഛത്രപതി ശിവജി മഹാരാജ് വിമാനത്താവളം. ഛത്രപതി ശിവജി മഹാരാജ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ഓക്കെ, അതും ഓർത്തിരിക്കുക. ഛത്രപതി ശിവജി മഹാരാജ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
മുംബൈയിലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ബിർസ മുണ്ട റാഞ്ചിയിലാണ്. അപ്പോൾ മുണ്ടും റാഞ്ചി കൊണ്ട് പോകുന്നതുമായിട്ട് കണക്ട് ചെയ്യുക. ജോളി ഗ്രാൻഡ് ഡെറാഡൂണിലാണ്. ഡോറയും ജോളിയായിട്ട് കണക്ട് ചെയ്യുക. രാജീവ് ഗാന്ധി ഹൈദരാബാദ്, രാജീവ് ഗാന്ധി വിമാനത്താവളം ഹൈദരാബാദിലാണ്. ഇപ്പോൾ രാജീവ് ബാഗ് കൊണ്ടുപോകുന്നത് അല്ലേ, ബാഗുമായിട്ട് പോകുന്ന ഓർക്കുക. ഇന്ദിരാഗാന്ധി വിമാനത്താവളം ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ന്യൂ ഇന്ത്യ എന്നുള്ളതുമായിട്ട് കണക്ട് ചെയ്യുക. മഹാറാണ പ്രതാപ് വിമാനത്താവളം ഉദയ്പൂരിലാണ്. ഛത്രപതി ശിവജി മഹാരാജ് മുംബൈയിലാണ്. അടുത്തത് നോക്കുക, മീനമ്പാക്കം വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ്. അത് ആ പേര് കേൾക്കുമ്പോഴത്തേനെയും അറിയാം, ഒരു തമിഴ് അല്ലേ ടച്ച് ഉണ്ട്. മീനമ്പാക്കം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഒരു തമിഴ് ടച്ച് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ചെന്നൈയിലാണ് എന്നുള്ളത് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അടുത്തത് വീർ സവർക്കർ വിമാനത്താവളം പോർട്ട് ബ്ലെയർ ആണ്. ഓക്കെ, വീർ സവർക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പോർട്ട് ബ്ലെയറിലാണ്. അപ്പോൾ പോർട്ട് ബ്ലെയർ, അപ്പോൾ വീർ സവർക്കർ അല്ലെ, ഇവിടെ എല്ലാം ഒരു ഉണ്ട് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. എത്ര ആണെന്ന് നോക്കൂ. വീർ സവർക്കർ പോർട്ട് ബ്ലെയർ. ഓക്കെ, അത് വെച്ച് കണക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ വീർ സവർക്കർ എയർപോർട്ടാണ് അല്ലെ, വീർ സവർക്കർ എയർപോർട്ടാണ്, പോർട്ട് ബ്ലെയർ ആണ്. അപ്പോൾ എന്താണ്, ഇവിടെയും പോർട്ട് ഉണ്ട്, ഇവിടെയും പോർട്ട് ഉണ്ട്, അങ്ങനെ കണക്ട് ചെയ്യാം. വീർ സവർക്കർ പോർട്ട് ബ്ലെയർ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ ഓർത്തിരിക്കുക, വീർ സവർക്കർ പോർട്ട് ബ്ലെയർ. അപ്പോൾ ഈ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്തത് കുഷോക് ബാക്കുള റിംപോച്ചെ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ലേയിലാണ്. ലേ, കുഷോക് ബാക്കുള റിംപോച്ചെ ലേയിലാണ്. ഓക്കെ, അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം. അടുത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സീറോ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. സീറോ വിമാനത്താവളം എവിടെയാണ്? അരുണാചൽ പ്രദേശ്. അപ്പോൾ ഇത്രയും കൂടെ നോട്ട് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ ഇതിന് എനിക്ക് പ്രത്യേകിച്ച് കോഡൊന്നും കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കുറേയധികം വിമാനത്താവളങ്ങൾ കോഡ് ഉപയോഗിച്ച് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കോഡുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മറ്റുള്ളവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. ഇനി ആരെങ്കിലും പുതിയതായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.